നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത പുതിയ സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി. ഒരാൾക്ക് എക്സാം ഈസി ആയിരുന്നു, രണ്ടുപേർക്ക് പെണ്ണ് സെറ്റായി, ഒരാൾ ഒരു ടോക്സിക് റിലേഷനിൽ നിന്ന് ബ്രേക്കപ്പ് പറഞ്ഞു, ഒരാൾക്ക് ഇന്റർനാഷണൽ ട്രിപ്പ് പോകാൻ പറ്റി, ഒരാൾ കോടീശ്വരിയായി, ഒരാൾക്ക് ബിരിയാണി കഴിക്കാൻ പറ്റി, ഒരാളുടെ കൊതുകടി മാറി, ഒരാളെ ബിഗ് ബോസിൽ പോകാൻ വരെ വിളിച്ചു, ഒരാൾക്ക് ആക്സിഡന്റും ആയി. ആക്സിഡന്റിലാട്ടാ ഞാൻ പറഞ്ഞ കയ്യിൽ നിട്ടതാ. അപ്പൊ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങൾ അനുഗ്രഹങ്ങൾ വാങ്ങൂ. ഞാൻ ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 18 റിയാക്ട് ചെയ്തിട്ട് വരാം. നമ്മുടെ ശ്രീരാഗ ചേച്ചി ഒറ്റയ്ക്ക് നിന്ന് കാര്യമായിട്ട് എന്തോ സംസാരിക്കുന്നുണ്ട്. എനിക്കിവിടെ നടക്കുന്ന പല കാര്യങ്ങളും ഡൈജസ്റ്റ് ആവുന്നില്ല. ചേച്ചി ഞങ്ങൾക്കും എനിക്കൊരു സ്പേസ് ഇല്ല ഇവിടെ. ഇത്രയും വലിയ വീട് വന്നിട്ട് സ്പേസ് ഇല്ല. ഐ തിങ്ക് ഞാനൊരു ലിസണറാണ്. എനിക്കൊരു ലിസണറായ ചേച്ചിക്ക് ഒരു ലിസണറിനെ വേണം. ഇപ്പൊ രണ്ടുപേരും ലിസൺ ചെയ്തോണ്ടിരുന്ന ആര് പറയും? വെറുതെ ഇരുന്ന് സംസാരിച്ചോന്ന് വിചാരിക്കും എല്ലാരും. എന്നിട്ട് ഇപ്പൊ എന്താ ചെയ്യണേ? ഞാൻ ഇൻവിസിബിൾ ആയി പോകുന്ന തോന്നുന്നു. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞ രാവിലെ തന്നെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഒരു വെള്ള ചെരുപ്പ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഒരു തോക്ക് കിട്ടിയിട്ടാ അവസാനം തോക്കുകളാന്ന് പറയരുത്, കറുത്ത തോക്ക. നമ്മുടെ നോറയുടെ ചെരുപ്പായിരുന്നു അത്. ജിൻഡോ ചേട്ടൻ, നോറ അവിടെ നിക്ക്, നോറ ഒരു മൈൻഡില്ല. നോറ അവിടെ നിക്ക്, നോറ ഒരു മൈൻഡില്ല. നോറ അവിടെ നിക്ക്, നോറ ഒരു മൈൻഡില്ല. നോറയ്ക്ക് പണിഷ്മെന്റ് ഉണ്ട്. അപ്പൊ ജിൻഡോ ചേട്ടൻ, നോറ നിനക്ക് ഇതിന് പണിഷ്മെന്റ് ഉണ്ട്. ഇയാളെ കഴിഞ്ഞ ജന്മത്തിൽ വല്ല PT സാറായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അതെ, നോറയും ജിൻഡയും പണ്ടേ പരിചയമുള്ള ആൾക്കാരാണ്. ഇവര് ബിഗ് ബോസിന് വന്നിട്ട് ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും കാണിക്കുന്നില്ല. നോറേനെ ആണെങ്കിൽ ജിൻഡോ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോ പുറത്ത് വെച്ച് പ്ലാൻ ചെയ്ത് കൊണ്ടുവന്ന ഒരു പൊറാട്ടു നാടകമാണിതെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു, അല്ലെ? എനിക്ക് നല്ല സംശയമുണ്ട്. അടുത്തത് ഋഷിയുടെ ഫ്ലാസ്ക് ബാത്റൂമിൽ നിന്ന് കിട്ടി പണിഷ്മെന്റ്. ഇല്ല, എനിക്ക് പറയണം. അതെ, നമ്മുടെ രശ്മിനും ജിൻഡോ ആയിട്ട് അടിയായി. ഞാൻ പറയണ എന്റെ ഇടയിൽ ഒരു മിനിറ്റ് മിണ്ടാതിരിക്കും. ഞാൻ പറയട്ടെ നിങ്ങൾ തീരുമാനിക്കട്ടാ, പിന്നെ വരാം. ഇപ്പോഴത്തെ പവർ ടീമിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോഴത്തെ പവർ ടീമിനെ പറ്റി സംസാരിക്കാൻ ബിഗ് ബോസ് മീറ്റിംഗ് വിളിച്ചു, കേട്ടു നോക്കാം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറച്ച് റൂൾസ് കൊണ്ടുവന്നിരുന്നു. ഉള്ളത് പറയാലോ, ഇതിലും ഭേദം പഴയ പവർ ടീമായിരുന്നു. നിങ്ങൾക്ക് ഞാനൊരു ബോർഡ് തന്നു, ചോക്ക് തന്നു, പവർ ബെല്ല് തന്നു. ബോർഡും ബെല്ലും യൂസ് ചെയ്യാത്തതിന് ബിഗ് ബോസിന്റെ താക്കീത്. അത് തിരിച്ചെടുത്ത് ഈ പവർ ടീം പിരിച്ചുവിടുന്നതാണ് നല്ലത്. സോറി ബിഗ് ബോസ്, ഞങ്ങളത് വീണ്ടും ക്ലിയർ ആയിട്ട് ചെയ്തോളാം. ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? ജാസ്മിൻ ആൻഡ് ഗബ്രി, നിങ്ങൾക്ക് കിട്ടിയ പവർ മര്യാദയ്ക്ക് യൂസ് ചെയ്തില്ല, എന്നിട്ട് ഇവരെ കുറ്റം പറയണം. ആദ്യത്തെ ദിവസം ജിദ്ദോന്റെ ടീം വിളിച്ചു പറഞ്ഞു, ഇവിടെ ഗബ്രി പവർ ടീമിനെ കുറ്റം പറയണം. നമുക്ക് കേൾക്കാം. പുറത്തു പോവാം, അവർക്ക് എന്തും ചെയ്യാം, പക്ഷെ ബാക്കിയുള്ളവർക്ക് പുറത്തു പോവാം, അവർക്ക് എന്തും ചെയ്യാം, പക്ഷെ ബാക്കിയുള്ളവർക്ക് ഇതെന്താ അത്? അപ്പൊ അവിടെ ഉണ്ടല്ലോ, പുറത്തു പോവാം, അവർക്ക് എന്തും ചെയ്യാം, പക്ഷെ ബാക്കിയുള്ളവർക്ക് ഡബിള് അവിടെയും കണ്ടു ഇവിടെയും കണ്ടു. എനിക്ക് എന്റെ സിഗരറ്റ് കിട്ടണുണ്ടോ? ഇപ്പൊ ഗബ്രി ജിൻഡോ ചേട്ടനെ കുറ്റം പറയുന്നതിന്റെ ഇടയ്ക്ക് രാത്രി ജാൻമോണി സിഗരറ്റ് വലിക്കാൻ പോയതിനെ പറ്റി പറഞ്ഞു. അത് ജാൻമോണിക്ക് ഇഷ്ടമില്ല. അപ്പൊ ജാൻമോണി റിപ്ലൈ കൊടുക്കുന്നതാണ് നമ്മൾ ഈ കേൾക്കുന്നത്. ഒരു ദിവസം 3 പാക്കറ്റ് വലിക്കുന്ന ആള് 3 പാക്കറ്റാ ഒരു ദിവസം? നിങ്ങൾ തിന്നാണോ? 5 minutes, otherwise I'll fall down. അത് കഴിഞ്ഞപ്പോ നമ്മുടെ ജാൻമോണി പേഴ്സണൽ സ്പേസ് എടുക്കാൻ പോയി. ബിഗ് ബോസ് പറഞ്ഞോട്ടെ. അപ്പൊ ജിൻഡോ, ഞാൻ പറഞ്ഞോട്ടെ ബിഗ് ബോസ്, അവിടെ ഇരിക്കൂ. അതെയോ, അങ്ങോട്ട് പൊക്കോളൂ. ഞാനല്ലേ ലീഡർ. ഞാനല്ലേ ലീഡർ, നീ അവിടെ പോയി, ഞാൻ നോക്കിക്കോളാം. ലീഡർ ആയിരിക്കാം, ഹ്യൂമാനിറ്റി കാണിക്കുമ്പോഴത്തേക്ക് ലീഡർഷിപ്പിന്റെ കാര്യം ഇവിടെ പറയേണ്ട കാര്യം. ഇതെന്താ LKG ക്ലാസ്സാ? ജാനിനെ പറ്റി ഇവിടെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ജാൻമണിക്ക് കാര്യമായിട്ട് എന്താ ശ്വാസം മുട്ടുണ്ടില്ല? 3 പാക്കറ്റ് സിഗരറ്റ് വലിക്കാൻ പറ്റാത്തോണ്ടാവും. ബുദ്ധിപൂർവം ആലോചിച്ച് തീരുമാനിക്കുക. ബുദ്ധി ഉണ്ടായിട്ട് വേണ്ടേ ആലോചിക്കാൻ. ഓൾ ദി വെരി ബെസ്റ്റ്. ജിൻഡോ ചേട്ടൻ പിന്നെയും കൈ പൊക്കണ്ടിട്ടാ. എല്ലാവർക്കും പിരിഞ്ഞു പോകാം. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. മീറ്റിംഗ് കഴിഞ്ഞ വഴി നമ്മുടെ ജാൻമണി ഒറ്റോട്ടം. ഓ മൈ ഗോഡ്. ഈശ്വര, ഇതെവിടെ നീ സൗണ്ട്? ജാൻമണി ബാത്റൂമിലേക്കല്ലേ പോയ, സ്മോക്കിംഗ് ഏരിയക്കല്ലേ? ഓ, കച്ചേരി പാടിയതായിരുന്ന? ഞാൻ ഉദ്ദേശിച്ചതല്ല. ഞാനൊന്നും ഉദ്ദേശിച്ചില്ല, നിങ്ങൾ ഉദ്ദേശിച്ച. ജാൻമണി, എവറിത്തിങ് ഡ്രൈ ആയി പോയി. അത് കഴിഞ്ഞ് നമ്മുടെ ജാൻമോണിനെ ബിഗ് ബോസ് വിളിച്ചു.
നീ മരണമാസാടാ, വേറെ ലെവലാടാ നീ. താങ്ക് യു ഐ കാനോട്ട് എക്സ്പ്രസ്. അത് കഴിഞ്ഞൊരു ടാസ്ക് ആയിരുന്നു, കണ്ടു നോക്കാം. നിങ്ങളുടെ നഗ്നനേത്രങ്ങളാൽ നഗ്നനേത്രം. എത്തും. സത്യത്തിൽ ഞാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിച്ചിരുന്നത് മറ്റൊരു ടാസ്ക് ആയിരുന്നു. എന്നിട്ട് എന്ത് പറ്റി ടാസ്കിന്? നിങ്ങളുടെ മത്സര ബുദ്ധി വേണ്ടത്ര പ്രകടമാക്കാത്തതിനാലാണ് നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. വീഴുന്ന പൊള്ളയായതുമായ സ്ക്വിഡ് ഗെയിം അല്ലേ ഇത്? കാൽ മാറ്റാൻ പാടുള്ളതല്ല. മത്സരം കണ്ടുപിടിക്കാൻ അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല എന്ന് തോന്നുന്നു. ഇതാണ് മത്സരം. ഇവിടെ 3 ബോക്സ് ഉണ്ടാവും, 2 ഫേക്ക് ആയിരിക്കും, ഒരെണ്ണം ഒറിജിനൽ ഉണ്ടാവുള്ളൂ. ഈ ഒറിജിനലിന് ചവിട്ടി 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 ഏറ്റവും കൂടുതൽ റോ ഫ്രണ്ടിലേക്ക് പോകുന്ന ടീം വിജയിക്കും. സ്ക്വിഡ് ഗെയിമിൽ 2 എണ്ണം ഉണ്ടായുള്ളൂ, ഇവിടെ 3 എണ്ണം ഉണ്ട്, അത്രേ ഉള്ളൂ. നിങ്ങൾ ഇവിടുന്ന് മാറി 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 മാറി. ആദ്യം നമ്മുടെ ശ്രീധുവിന്റെ ടീമാണ്. 4 റോ ആയപ്പോ ഔട്ട്. നെക്സ്റ്റ് നമ്മുടെ ഋഷിയുടെ ടീം. ബാക്കി ടീമിലൊക്കെ 4 പേരുണ്ട്, ഇവരുടെ ടീമിൽ 2 പേരുള്ളൂ, അതുകൊണ്ട് ഇവർക്ക് 2 റൗണ്ട് കൊടുക്കും. ആ, അർജുന്റെ ഹെവി സ്കില്ല്. ഇതൊക്കെ എന്റെ തലയിലാവൂലോ. സബാഷ്. ഞാൻ ഇതിനെ താഴെ പോയത് വീണ് കിടപ്പുണ്ടായിരുന്നു. എന്റെ മുഖത്തിന് ഭാവമായിട്ടൊന്നുമില്ലല്ലോ. അങ്ങനെ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടും നനച്ചും ആഹാരം കൊണ്ടായിരിക്കുള്ളൂ. ഇത് നന്നായിണ്ടേ. ഓ ദൈവമേ. അടുത്ത നമ്മുടെ ജാൻമോണിയുടെ ടീമാണ്. അങ്ങനെ എല്ലാരും നടന്നു. ഒടുവിൽ ജാസ്മിൻ എത്തി. ഏതായിരിക്കും ഗബ്രി? ജാസ്മിൻ. ഗബ്രി, അടുത്തത് ഏതിൽ ഞാൻ കാല് വെക്കണോടാ? നമുക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള കഴിവില്ലേ? നടുക്കത്തായിരിക്കുന്നതാണ് എന്റെ മനസ്സ് പറയണേ. ആ, ഇതിൽ വലിയ ഡയറക്ടർ ബില്യൻസ് കാണിച്ചു തരാനില്ല ജാസ്മിനെ. ഗബ്രി പറയുന്നിടത്ത് കാല് വെച്ചാൽ നീ വീഴും. കാലൊടിക്കാൻ ഒരു ടാസ്ക് കൊടുത്തേക്കാ. അങ്ങനെ ഋഷിയുടെ ടീം വിജയിച്ചു. 3 ടീമുകളും പോയിന്റ് നിലയിൽ തുല്യമായതിനാൽ അങ്ങനെ പവർ ടീമിനോട് മത്സരിക്കാനുള്ള ചലഞ്ച് 3 ടീമിനും ഒരേ പോയിന്റ് ആയി എന്ന് പവർ ടീമിന് ചർച്ച ചെയ്ത് തീരുമാനിക്കാം. 3 ടീമിനും ഒരേ പോയിന്റ് വന്നതോടെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു പവർ ടീമിന്റെ കൂടെ മത്സരിക്കാനുള്ള ടീമിനെ പവർ ടീമിന് തന്നെ സെലക്ട് ചെയ്യാന്ന്. പവർ ടീം ആര് സെലക്ട് ചെയ്തെന്ന് അറിയണ്ടേ? ദേ കാണു. ടീം നെസ്റ്റ് ആണ്. ജാസ്മിൻ. എനിക്ക് കുശുമ്പൊന്നുമില്ല, എന്നാലും ചിന്ത ചേട്ടാ ഞങ്ങൾ എടുത്തില്ലല്ലോ. ഇവർക്ക് ഏറുകൊള്ളാതെ ഇവര് ഫിനിഷ് ചെയ്ത് ഇവര് പവർ റൂമില് ആദ്യത്തെ ടാസ്ക് ജയിച്ചത്. ഓ, ആരീ പറയണേ? അതൊക്കെ അവര് ചൂസ് ചെയ്യുന്നല്ലോ. ഇനിയിപ്പോ കുറവും കൂടുതലും എന്തിനാ ചോദിക്കണം? ഋഷി ഇരുന്ന് കരഞ്ഞോട്ടാ. പറഞ്ഞൂടെ എന്റെ പോയിന്റ് ഓഫ് വ്യൂ, അല്ലെങ്കിൽ എനിക്ക് എന്റെ അഭിപ്രായം പറഞ്ഞൂടെ? ജാസ്മിൻ, എന്തായാലും ഞങ്ങൾ എടുത്തില്ല. ഇരുന്ന് പറഞ്ഞ മക്കളെ പുഴുക്ക്. നിങ്ങൾ എടുത്തിട്ട് വേണം നിങ്ങൾക്ക് പണി എടുക്കാതെ ആ റൂമിൽ കയറി ഇരുന്ന് സൊള്ളാൻ, അല്ലെ? സമ്മതിക്കില്ലേ? എന്നോട് ജയിക്കില്ല. ജാൻമോണി, നീ ജയിക്കില്ലടാ. നിങ്ങൾ ഒരുമിച്ചല്ലേ പോളൂ. ജാൻമോണി, എനിക്ക് ടീം മാറണം. അപ്പൊ ജിൻഡോ, എനിക്ക് ടീം മാറണമെങ്കിൽ പവർ ടീമിൽ കയറി ടീം മാറണമെങ്കിൽ ക്യാപ്റ്റൻ ആയാലും ടീം മാറാൻ പറ്റുള്ളൂ. ആ ടീമിൽ നിന്ന് മാറണേ ക്യാപ്റ്റൻസി ആവണം. അത് കഴിഞ്ഞ് ആദ്യ പ്രണയം തുറന്നു പറയുന്ന ടാസ്ക് ആയിരുന്നു. ഒരു ക്രഷ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് പറഞ്ഞില്ല, അത് ആ വഴിക്ക് പോയി. നമ്മുടെ ഋഷിയാണ് ആദ്യം വന്നത്. ഋഷിയുടെ കഥ കേൾക്കാം. 18 സംതിങ്, എനിക്ക് 19 ആയിരുന്നു. നമ്മുടെ ഋഷിക്ക് 19ാമത്തെ വയസ്സിൽ ഒരു ഡിസ്റ്റന്റ് റിലേഷൻ ഉണ്ടായിരുന്നു, എബ്രോഡ് ഉള്ള ഒരു കൊച്ച്. ഞങ്ങൾ വാവയെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറുള്ളത്. അയ്യേ, വാവയാ. ഫ്ലൈറ്റ് ഇറങ്ങുമ്പോ ആദ്യമായിട്ട് ഫ്ലൈറ്റ് കാണുന്ന തന്നെ ഇവൾക്ക് വേണ്ടിട്ടാ. അങ്ങനെ കാത്തിരുന്ന് ഋഷിയുടെ ഫസ്റ്റ് ലവ് ആയി. കൊച്ചു നാട്ടിൽ വന്നു. എന്തായാലും കാണണം. ഞാൻ പറഞ്ഞു രാത്രി എങ്ങനെ കാണും, രാത്രിയാ ആദ്യമായിട്ട്. പിന്നെ ഞാൻ പറയടേ അതില്. അപ്പൊ അവള് ചോദിച്ചു എനിക്ക് വേണ്ടി ചാടുവോ? ചാടി കുഴപ്പമുണ്ടോ? അവൾക്ക് കുഴപ്പമില്ല, അവള് പറയണ ചാടുവെന്നാണ്. അവൾക്ക് കുഴപ്പമില്ല, പിന്നെ ആർക്ക് കുഴപ്പം? നീ വേഗം മതിലിയാട്. അവിടെ കറക്റ്റ് 11 മണിക്ക് അവിടെ എത്തി. എന്നിട്ട് ഇവിടുന്ന് ഒരു 30 അടി മൊത്തം ഒരു ഒറ്റ ചെറിയ റോഡാ. റൂം റൈറ്റ് സൈഡിലാ, അവിടെ അറ്റാച്ച് ചെയ്ത ഒരു ഡോറ്. അതെളുപ്പമായി. ഒഴിച്ചു കൊടുക്കണം മനുഷ്യനും അതിനിടയ്ക്ക് ജാസ്മിൻ ശരിക്കും ഞാൻ കേറി റൂമിൽ കയറി.
ബാക്കി വേണ്ട. എന്നിട്ട് 12 മണിക്ക് കയറി 12 മണിക്ക് കയറിയാ ഞാൻ കയറി ഞാനെങ്കിൽ ടയേർഡാവും സത്യമായിട്ടും ടയേർഡാവും ആരായാലും ടയേർഡാവും. ശരിയാ. എന്നിട്ട് ചെറുപ്പമായിരുന്നു, നമ്മള് ഭയങ്കര ഓർത്തഡോക്സ് ആയിരുന്നു. അപ്പൊ ഞാൻ വെറുതെ അല്ല നീ ടയേർഡായ, ഓർത്തഡോക്സ് ആയോണ്ടാ. അങ്ങനെയൊന്നും അവള് സമ്മതിക്കത്തില്ല. നമ്മള് കുറെ നേരം സംസാരിക്കും. സമ്മതിച്ചില്ലേ പിന്നെ എന്തിട്ട് ടയേർഡ്? നിങ്ങൾ വിചാരിക്കുന്നതല്ല. കയറി ജാൻമോണി വൃത്തികേട്. എന്റെ സൈഡിൽ നിന്ന് കുറെ ഇഷ്യൂ ആയി, സ്പ്ലിറ്റ് ആവാൻ തീരുമാനിച്ചു. ഇതൊക്കെ സ്പ്ലിറ്റ് ആണ് തന്നെ നല്ലത്. അപ്പൊ ഒന്നും കൂടി കാണണമെന്ന്. അവസാനായിട്ട് കാണണമെന്ന് പറഞ്ഞാ എവിടെ? അപ്പൊ ഇരുട്ടത്തൊക്കെ കുഴപ്പമില്ല. അല്ലെ സ്പ്ലിറ്റ് ആവുമ്പോ എന്തിനാ വീട്ടിൽ കാണാൻ പോണേ? ഓ അതല്ലേ. എന്നിട്ട് അവിടെ പോയിട്ട് നല്ല നിലാവുള്ള സമയം. എന്നിട്ട് പാർക്ക് ചെയ്ത് തെങ്ങുണ്ട് കള്ള് ഷോപ്പ് അറിയാം, വണ്ടി കൊണ്ട് വെച്ചു. അല്ല ഇവിടെ നിന്ന് 30. ഇതാണ് കാൽക്കുലേഷൻ. കുത്തി കയറ്റിട്ട് കൊടുത്ത് ഞാൻ ഓടിയ ഓട്ടം പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അല്ലേലും നിന്നെ കൊണ്ടൊരു ഗുണമില്ല. ബൈക്കായിട്ട് ഇങ്ങനെ നാട്ടുപുറത്തെ ആൾക്കാർ ഇങ്ങനെ പോവാണ് കേട്ടാ. ഇവര് പോയിട്ട് യൂ ടേൺ എടുത്ത് വരികയാണ്. സത്യം പറ, അന്ന് നാട്ടുകാർ കെട്ടിയിട്ട് അടിച്ചത് മറക്കാനല്ലേ നീ മുടി വളർത്തണേ? നിങ്ങൾക്ക് കുറെ ഫാൻസ് മെസ്സേജ് അയക്കുമായിരുന്നല്ലേ, അതിനകത്ത് പറയലില്ലായിരുന്നു. ഋഷിയുടെ സ്റ്റോറി കഴിഞ്ഞപ്പോ നമ്മുടെ ജാസ്മിനും ഗബ്രിക്കും ബാക്കി സ്റ്റോറി അറിയണം. എന്റെ മുടി അടിപൊളിയാന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിക്ക് ഗബ്രി, ഈ കഥ കൊള്ളാം. ഇങ്ങനെ തന്നെ ഒരു കഥ എനിക്കും പറയാൻ പറ്റും, ഞാനും പറയാം. മെസ്സേജ് അയച്ചു. അത് കഴിഞ്ഞ് അർജുനെ നിനക്കും തള്ളാൻ അവസരമുണ്ട്, വാ. അതാണ് ഇവിടെ ഗബ്രി ഇനി ഗബ്രി പറയണേൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിലോ ഒന്ന് കേട്ട് നോക്കാം. രാത്രി പോയ കഥയല്ലേ. എന്തിട്ട് തള്ളെന്ന് പറയണേ? ഈ ജാസ്മിൻ സമ്മതിക്കൂല. ചുമ്മാ പറയുന്നില്ലേടാ. അല്ല നീ തള്ളു, എനിക്ക് ഇഷ്ടമല്ല. അവളുടെ ഒരു പോസസീവ്നെസ്സും കഥ കേൾക്കാനും സമ്മതിക്കില്ല. മനുഷ്യന് ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് ഉള്ളൂ. തള്ളാനാണെങ്കിൽ ഇതിനേക്കാളും മറ്റേ വാരണായിരം പോലത്തെ കഥ ഉണ്ടാക്കി പറയാം. ഒരാള് 6000 പറഞ്ഞതിന് ക്ഷീണവും തരം മാറിയിട്ടില്ല. നീയും കൂടി പറയടാ. ഭയങ്കര കുഴപ്പമില്ലാത്തൊരു പൊസിഷനിലേക്ക് ഉണ്ടായിരുന്ന സന എന്നാണ് അവളുടെ പേര്. സന പഞ്ചാബിയാ. ഓ എന്റെ പൊന്നി, ഇത്ര ഞാൻ കൊള്ളാമൊന്നും പറഞ്ഞിട്ടല്ലേ. ആ തള്ളെന്ന് വിളിച്ചത് ഗബ്രിക്ക് ഇഷ്ടമായില്ല. 2 പേരും അടി. നല്ല സ്വഭാവം, നല്ല സ്വഭാവം. എനിക്കിതൊന്നും കാണാൻ വയ്യേ. അതുപോലെ തോന്നിയ കാര്യങ്ങൾ പറയരുത്. ശരി, എനിക്ക് ഇനി സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ പറയണോ? അടി. എന്നാ പോയി കേസ് കൊടുക്ക്. ഇവരെങ്കിലും അടിച്ചു പിന്നെങ്കിൽ ഇനി ഇത് കാണണ്ടല്ലോ. അത് എന്റെ അമ്മയാണ് സത്യം. അത് ശരി, വാക്ക് പറഞ്ഞ വാക്കായിരിക്കണോട്ടാ. ഞാൻ കേട്ടിട്ട് എനിക്ക് വിഷമം വന്നിട്ടാണ് ഞാൻ പോയത്. അച്ചടാ വിഷമോയോ? അപ്പൊ ഞാൻ കളമറന്നിരിക്കുന്നു. പിന്നെ അടി. എന്ത് ചെയ്തു? അതിന്റെ ഇടയ്ക്ക് ജിൻഡോ ജാൻമണി, നമുക്ക് പോയി 2 സിഗരറ്റ് വലിക്കാം, വാ. ഇതിനു വേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെട്ട് എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കിയിട്ടുണ്ട്. ഈ ആഴ്ചയിലെ നോമിനേഷൻ അസാധുവാക്കി. വേറെ സംഭവം പറഞ്ഞ റോക്കിയും സുജോം പുറത്ത് പോയത് കൊണ്ട് ഈ ആഴ്ചയിലെ നോമിനേഷൻ ക്യാൻസൽ ആക്കി. അടുത്ത ആഴ്ച പുതിയ നോമിനേഷനാണ്. കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഞാൻ ടീനേജർ ആയ സമയത്തായിരുന്നു. അടുത്തത് നമുക്ക് നമ്മുടെ നോറയുടെ പ്രണയകഥ കേൾക്കാം. ഡ്രൈവ് ചെയ്യുന്ന ആളിങ്ങനെ എന്നെ നോക്കി, സെയിം ടൈം ഞാൻ. അപ്പം ഓ കാറിന്റെ മിററിൽ കൂടെ നോക്കി. ഓക്കെ, ഞാനും നോക്കാം. ഞാനൊന്നു നോക്കി, അവൾ എന്നെയും നോക്കി. ആ മാളിലേക്ക് കയറുകയാണെങ്കിൽ ആ വണ്ടി കയറിയാൽ ദർ ഇസ് എ ചാൻസ്. സോ ഹരികൃഷ്ണൻസിലെ എന്നെ എവിടെ വീഴുന്നോ അയാൾക്ക് ഹരീനെ കിട്ടുന്ന പറയുന്നത് പോലെ പുള്ളിയുടെ കാറ് മാളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇയാളെ കാണാൻ പറ്റുന്ന നോറ വിചാരിച്ചു. ആള് അവിടേക്ക് കയറിപ്പോയി. ഓക്കെ, ഓടി. ഫ്രണ്ട്സിന്റെ 2 അവിടെ ഇട്ടിട്ട് ഞാൻ ഓടി. ആളാരെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഓടി. നേരെ പാർക്കിങ്ങിൽ പോയിട്ട് ഓരോ കാറും ഞാൻ അരിച്ചു പെറുക്കി. അത് കഴിഞ്ഞ് മുകളിൽ പോയി ആ കാർ പാർക്കിങ് ഞാൻ അരിച്ചു പെറുക്കി. തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ അരിയും ഞാൻ അരിച്ചു പെറുക്കും. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് കോഴി. ലൈക്ക് എന്തോടെ ഞാൻ അതെങ്ങനെ ചെയ്തെന്ന് ഇപ്പൊ എന്നെ ചോദിച്ചാൽ എനിക്ക് അറിയൂല. അങ്ങനെ ഞാൻ അവിടെ ഇവിടെയൊക്കെ തപ്പി. അത് കഴിഞ്ഞ ജാൻമണിക്ക് ഏത് പ്രണയകഥ കേട്ടാലും ഭയങ്കര ചിരിയാ. ഞാൻ ഇങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ലൈക്ക് റിക്വസ്റ്റുകൾ നോക്കിയ സമയത്തുണ്ട് ആ ആളുടെ മെസ്സേജ് കണ്ട, ആ കുട്ടി നീ ആണോന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ എനിക്ക് നേരത്തെ സംശയം മാത്രമേ ഉണ്ടായുള്ളൂ, ഇപ്പൊ കൺഫേം ആയി. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, ആ ആൾക്ക് റിലേഷൻഷിപ്പിന് താല്പര്യമില്ല. ആണല്ലോ, എന്റെ മാരേജ് കഴിഞ്ഞു, അട്ടർ ഫ്ലോപ്പ് ആയി. കല്യാണം കഴിഞ്ഞിരുന്നപ്പോ സെയിം ഇൻസിഡന്റ്. കാറ്
പിന്നെ കാരണമുണ്ടോ? ആള് നേരെ ക്രോസ് ചെയ്ത് എന്നെ നോക്കി. അപ്പൊ ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് നിനക്ക് ഇത് തന്നെ പരിപാടി. ടെക്സ്റ്റ് എടുത്തിട്ട് ഞാൻ ചോദിച്ചു, ഹേ ഇപ്പൊ ഈ റാൻഡംലി കണ്ട നിന്നെയാണോ? അപ്പൊ ഞാൻ ചോദിച്ചു, ആ ചെക്കന്റെ കൂടെ നീയാണോ? അപ്പൊ ഞാൻ ആ ചെക്കന്റെ അനിയനാണ്. എന്റെ ദൈവമേ, ആ ചെക്കൻ്റെ ആൾക്കാർ കുടുംബത്തോടെ കോടികളാണല്ലോ. ഇഷ്ടം നടക്കാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത്. നടക്കുന്നാന്ന് വിചാരിക്കുന്നു. അങ്ങനെ ക്യാമ്പസ് സ്കൂളിൽ +2 പഠിക്കുന്ന രാസ്മി, ഞാൻ പോസസീവ് ആണ്. ഞാൻ കോളേജിൽ ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ആള്. ഓസ്ട്രേലിയയിൽ വെച്ച് കണ്ട മറ്റേ കൊച്ച ഫസ്റ്റ് ലവ് എന്ന് പറഞ്ഞു പഠിക്കാന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം ഹോസ്റ്റലിലെ പെൺകുട്ടികൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വരും. ഇതിലൊരു പെൺകുട്ടീനെ ഞാൻ കണ്ടു. നമുക്ക് ഫസ്റ്റ് ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നത് അവിടെ. അതെ, തോന്നുന്നു. നീ ബിഗ് ബോസിൽ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി, നിനക്ക് ഫസ്റ്റ് കാണുമ്പോ തന്നെ അട്രാക്ഷൻ തോന്നുന്നു. സീൻ കൊള്ളാം. എനിക്ക് ഓക്കെ ഐ ലവ് യു എന്ന് എനിക്ക് ആദ്യമായിട്ട് ഞാൻ തന്നെ പറയണം എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ പേടിയില്ലായിട്ടല്ലേ നിൽക്കുന്നത് ഹോസ്റ്റലിൽ നിന്ന് ഞാൻ ഇവളുടെ നമ്പറിലേക്ക് വിളിച്ചു. മുഖത്ത് നോക്കി പറയുന്നതുകൊണ്ട് ഇപ്പൊ ഫോൺ വിളിച്ചു പറഞ്ഞാ ഇവള് റിലേഷൻഷിപ്പിലായിരുന്നു എന്നുള്ള കാര്യം മാത്രം എനിക്ക് അറിയില്ലായിരുന്നു. ഇവിടെ എവിടെയാ ഇവളുടെ ബർത്ത്ഡേ എന്താ, ഇവളുടെ അപ്പന്റെ പേരെന്താ, അമ്മയുടെ പേരെന്താ, ജോലി എന്താ, എല്ലാം അറിയാം. ഇനി അറിയാത്ത കുറെ കഥകളുണ്ടാവട്ടെ. ഞാൻ പറഞ്ഞു സോറി ഞാൻ ഇനി വരില്ല, ഞാൻ ശല്യപ്പെടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവളുടെ HOD നോക്കി നിൽക്കുന്ന സമയത്ത് ഇവൾ എന്റെ കയ്യിൽ വന്ന് പിടിച്ചു. ഇവള് ഭയങ്കര വേറെ ഡീപ്പർ കോൺവെർസേഷനിലേക്കായി. രാത്രി 4 മണിക്കൊക്കെ വിളിക്കുമ്പോ കോൺവെർസേഷൻ ഒക്കെ ഡീപ്പർ ആവും. നമ്മളിങ്ങനെ പരസ്യമായിട്ട് പറയാൻ പാടില്ല. രാത്രി വെളുപ്പിന് എന്റെ ഫോണിലെ പൈസ തീർന്നു. January 15, 2015 3:56 AM. എന്താടാ ഐ ലവ് യു, ഏത് ഐ ലവ് യു ടു. ഫ്ലിപ്പായി ഞാൻ. എനിക്കൊരു പെൺകുട്ടീനെ ഇഷ്ടമാണ്. ബിഗ് ബോസിനെ മനസ്സിലേക്ക് തള്ളണ്ടാണ്. എന്റെ പുറകിൽ വന്നിട്ട് പറഞ്ഞ് അതെ ഇയാൾക്കുള്ള ട്രീറ്റ് ഞാൻ ബാഗിൽ വെച്ചിട്ടുണ്ടെന്ന്. ബാഗൊക്കെ അറിയാം. എനിക്കിപ്പോ 5 രൂപയുടെ 5 രൂപയുടെ 2 5. അപ്പൊ എന്നെ ചക്കര വിളിക്കുന്നത്. ചക്കരയാ? അയ്യേ, അപ്പൊ ഞാൻ അത് ആ ലെറ്ററിൽ പുള്ളി ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി പറ. അപ്പൊ ഈ ലെറ്റർ ഇങ്ങനെ തുറന്നിങ്ങനെ വായിക്കുമ്പോഴത്തേക്കും ലെറ്റർ നിന്നിട്ട് ലെറ്ററിൽ എഴുതിയിരുന്നത് ആ ഒരു സ്മെല്ല് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് എന്നിട്ട് പ്പോഴത്തേക്കും ഇപ്പൊ പുള്ളി അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുവാ. സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന നായകൻ, സ്റ്റെപ്പ് കയറി വരുന്ന നായിക. ഇങ്ങനെ തിരിഞ്ഞു നോക്കി പുള്ളി എന്നെ നോക്കി. അപ്പൊ ഞാൻ ചിരിച്ചു. എനിക്ക് നാണം അങ്ങനെ നോക്കി നിൽക്കുമ്പോ തിരിച്ചിട്ട് ഞാൻ ഓടി ക്ലാസ്സിൽ പോയി. എന്നെ കൊണ്ടല്ലെങ്കിൽ ഒന്നിനും കൊള്ളൂല. ഓടി ക്ലാസ്സിൽ പോയത്. +2 പഠിക്കാൻ വേറെ സ്കൂളിൽ പോയി. അപ്പൊ ഞാൻ ഇവിടെ 9th ഉള്ളൂ. നീ 9th പുള്ളിക്കാരൻ +2 പഠിക്കാൻ പോയി. ഓക്കെ, ഞാൻ അറിഞ്ഞത് പുള്ളിക്കാരൻ അവിടെ പോയിട്ട് വേറൊരു അഫെയർ സെറ്റ് ആയെന്ന്. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായി. തന്നെ +1 പോയി. പുള്ളിക്കാരൻ +2 ഞാൻ +1 അല്ല, ഇവള് 9th പഠിക്കുമ്പോ അവൻ +1 ആയിരുന്നു. ഇവള് +1 പോകുമ്പോ അവൻ +2 കഴിയണ്ടേ? അവൻ തോറ്റ. പുള്ളിക്കാരന് ഭയങ്കര ഇതാക്കിയിട്ട് ആ പെണ്ണിനെ തേച്ചിട്ട് വീണ്ടും എന്റെ പുറകെ നടന്നു. ഇവിടെ എല്ലാരും പ്രേമിക്കുന്നത് കോടികളെയുള്ള. ഒരു 2 രൂപ കവർ നിറയെ കുറെ റംബൂട്ടാനായിട്ട് പുറകെ നടന്ന് അവസാനം റംബൂട്ടാൻ കൊടുത്തപ്പോ അപ്സര യെസ് പറഞ്ഞു. റംബൂട്ടാൻ കൊണ്ടുവന്നിട്ട് പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്. എനിക്ക് ഫുഡ് കിട്ടിയാ ഞാൻ ഹാപ്പിയാ. പക്ഷെ റംബൂട്ടാൻ കണ്ടപ്പോ ഞാൻ വീണ് പോയി. ഇപ്പൊ ടെക്നിക്ക് പിടികിട്ടി. 1 കിലോ റംബൂട്ടാൻ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാ ഏത് പെണ്ണും വളയും. എന്നിട്ട് എന്റെ അടുത്ത് ലാസ്റ്റ് ശ്രീത്, നിനക്ക് റംബൂട്ടാൻ ഇഷ്ടമാണ്? ഐ ലവ് യു ആൽബിച്ചേട്ടാ. ഇത് പഴയ സ്റ്റോറിയാണ് കേട്ടോ. ആൽബിച്ചേട്ടൻ, നീ ഉമ്മയൊന്നും തന്നെ സോപ്പിടാൻ നോക്കണ്ട. ഒരു പാക്കറ്റ് റംബൂട്ടാൻ കൊടുത്തപ്പോ അവളോട് ഇഷ്ടമെന്ന് പറഞ്ഞു അല്ലേ? അറിയിട്ടില്ലേ? അത് കഴിഞ്ഞ് ബിഗ് ബോസ് ഹൗസിൽ വലിയ ഒരു ആഭ്യന്തര പ്രശ്നം നടക്കാണ്. ജാൻമോണിക്ക് കഴിക്കാൻ കറി കിട്ടിയില്ല. Little curry, 2 spoon curry, 1 rice, how it will be? എന്നാലും ഒരു 2 സ്പൂൺ കറി ആ ജാൻമോണിക്ക് കൊടുക്കായിരുന്നു. ഇവരൊക്കെ ഇത് ആർത്തിപ്പണ്ടാരങ്ങളാണോ? ഇത് തിന്നാൻ വേണ്ടി വന്നിട്ടുണ്ടോ? കുറച്ച് കറി മാറ്റി വെച്ചിട്ട് കൊടുത്തൂടെ? ഇന്നലെ വരെ പവർ ടീം വിളമ്പി തന്നോണ്ട്. ജിന്ദ ചേട്ടൻ, ഞാനൊന്നും ഉറങ്ങട്ടെ. ഇന്നലെ പവർ ടീം വ്യക്തമായിട്ട് പറഞ്ഞായിരുന്നു. ഗബ്രി, ഇതില് ഞാൻ ഇടപെടണം. ഇത് പവർ ടീമിന്റെ പ്രശ്നമാണ്. പവർ ടീം രാജിവെക്കണം. കൂടുതൽ വെക്കണം വേണ്ടി പറഞ്ഞു. ഗബ്രി, don't keep these things are now bad decision. ജാൻമണി, എടാ ഗബ്രി, നീ എന്റെ കാര്യത്തിൽ ഇടപെടണ്ട. നീ നിന്റെ കാര്യം നോക്കിയാ മതി. പവർ ടീം തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് കാണിക്കാൻ തന്നെ വേണമെന്ന്. ഓ, ഇവൻ പവർ ടീമിൽ കൊണ്ടുവന്ന നിയമമൊക്കെ നടപ്പിലാക്കി. ഇത് പോടാ. അതിനെ കുറിച്ച് പറയുമ്പോ എന്താ എത്ര പേർക്ക് പേടിക്കാനായിട്ട്? നിനക്ക് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ പവർ ടീമിനോട് സംസാരിക്കും. ബാക്കിയുള്ളവർക്കൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോ. അൻസിബ പൊളി. പാതിരാത്രി എനിക്ക് ചിന്തോചേട്ടനും മറ്റേ പെങ്കൊച്ചും കൂടി മണി അടിച്ച് നിയമം പാസ്സാക്കി
ഇനി തൊട്ട് എല്ലാവരും ഫുഡ് കഴിക്കുമ്പോൾ കിച്ചൺ ടീമിനോട് ചോദിച്ചിട്ട് കഴിക്കാൻ. റെപ്രസെന്റ് ചെയ്തിട്ട് വേണം ഫുഡ് വിളമ്പുകയും. അങ്ങനെ കണ്ടന്റ് ദാരിദ്ര്യമുള്ള മറ്റൊരു എപ്പിസോഡ് അവസാനിക്കുന്നു. എപ്പിസോഡ് 19ന്റെ റിയാക്ഷനുമായിട്ട് നമുക്ക് നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ, അനുഗ്രഹങ്ങൾ വാരിക്കോരി വാങ്ങിക്കൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ